നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങൾ എനർജിയിൽ നോക്കി നിൽക്കുന്നത് കാരണം കാർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാർഡ്സുകളും നിങ്ങൾ നോക്കുക. ഓക്കെ, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് അവരുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. മിസ്സിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ എന്നാണോ അവർ ആദ്യമായി കണ്ടത് ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് പ്രാധാന്യം നേടിയിരിക്കുന്നു. അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. അതിനെ നിങ്ങൾ ഒരു വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞവരെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരിപ്പോൾ അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് നിങ്ങളുടെ എനർജിയും ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെ വന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് തോന്നിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി. ഓക്കെ, അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ ദൂരത്താണെങ്കിൽ തന്നെയും ആ ഒരു ഡിസ്റ്റൻസ് എത്രത്തോളം കൂടിയിരുന്നാലും നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് കൂടുതൽ ദൃഢമാകുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു യാത്ര കാണുന്നുണ്ട്. നിങ്ങളെ കാണാൻ നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ തകർന്നു പോയ വിശ്വാസങ്ങളെല്ലാം വീണ്ടും സ്ഥാപിച്ചെടുക്കുവാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഈ റിലേഷൻ തകർന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ശ്രമിക്കുകയാണ് ഇനി ഈ ഒരു ബന്ധത്തെ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നേരെ കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. നിങ്ങൾക്കറിയാമെന്ന് അവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാർഡ്സ് അവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ എനർജി, നിങ്ങളുടെ എനർജിയാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി? ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്, ഓഫർ വേണമെന്ന്, ഒരു കോൾ മെസ്സേജ് വേണമെന്ന് ഒക്കെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരു എനർജി. റിലേഷൻഷിപ്പ് നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം, ഗ്രോത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? ഓക്കെ, അവരും അതുപോലെയുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു, ഫാമിലി കാർഡ് വന്നിരിക്കുന്നു, ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, ആ ഒരു പെയിൻ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുകയാണ്. എൻഡ് ആയതിനു ശേഷം ഇവിടെ സണ്ണ് വരികയാണ്. ആ സണ്ണാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ ഹാർട്ട് ചക്രയിലുണ്ടായിരുന്ന ബ്ലോക്കുകളും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവർ തിങ്കിങ്ങും എല്ലാം ഇവിടെ
മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കേട്ടിട്ട് ചില വ്യക്തികൾ പറയും ഞങ്ങൾ അങ്ങോട്ട് പോയി കോണ്ടാക്റ്റ് ചെയ്യണമോ എന്നുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ആണെന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യാത്ത പക്ഷം നിങ്ങൾ അങ്ങോട്ടേക്ക് കോണ്ടാക്റ്റിലേക്ക് പോകാതെ ഇരിക്കുക. അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. കാരണം നമ്മൾ എത്രത്തോളം അവരുടെ പിറകെ പോകുന്നോ അത്രത്തോളം അവർ ദൂരേക്ക് മാറും. നിങ്ങൾ അവരിൽ നിന്നും മാറി നിൽക്കുന്നോ അത്രത്തോളം അവർ നിങ്ങളിലേക്ക് അടുത്ത് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നോ കോണ്ടാക്റ്റ് കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കറണ്ട് സിറ്റുവേഷനായിട്ട് വരുന്നത്. ഒന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ചില നിഗൂഢ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ മറച്ച് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആക്കുന്നില്ല, മറച്ച് വെക്കുന്ന എനർജി ഇവിടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾക്ക് മാത്രം റെസനേറ്റ് ആകും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടർ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നു. കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഒരു സിംഗിൾ മദറാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തി, ജോലിയും അധികാരങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ജോലി ഇല്ലെങ്കിൽ പോലും അവർക്ക് നല്ല ഒരു അവർ പറയുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ലവ് റിലേഷനിലുള്ള തേർഡ് പാർട്ടിയെയാണ് കാണുന്നത്. ഓക്കെ, ആദ്യത്തെ കാർഡുകാർക്ക് ഒരു പക്ഷേ പാരൻസ് ആയിരിക്കാം, സഹോദരി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാർഡുകാർക്ക് ഇവിടെ നല്ല രീതിയിൽ ലവ് തേർഡ് പാർട്ടിയാണ് കാണുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ജനറൽ റീഡിംഗ് ആണ്. നമ്മൾ പേഴ്സൺ റീഡിംഗ് എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കിട്ടുന്നത്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, റീയൂണിയൻ എത്ര പേർക്ക് സംഭവിക്കുമെന്ന് നോക്കാം. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. റീയൂണിയൻ സാധ്യമാകുമോ? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് റീയൂണിയനുള്ള സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എൻഡ് ആയതിന് ശേഷം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പം പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അന്ധകാരത്തിലാണ്. നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹോൾഡായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളൊന്ന് മൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. പുറത്ത് വരാത്ത പക്ഷം നിങ്ങൾ ഈ അന്ധകാരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഭയമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മുഴുവനും ഒരു കൂരിരുട്ടിലായി പോകും. ചില നിങ്ങളുടേതല്ലാത്തതായിട്ടുള്ള ചില എനർജിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ സോളിനെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. അല്ലാത്ത പക്ഷം ഇത് കുറേ താമസമെടുക്കും. ഓക്കെ, മേജർ ആർക്കാനയിലെ നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം
നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് വരണം. എന്നാലേ നിങ്ങൾക്കിതിന് സൊല്യൂഷനുള്ളൂ. മനസ്സിൽ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ സമനിലയിൽ കൊണ്ടുവരണം. ഓക്കെ, സമനിലയിൽ കൊണ്ടുവരത്തോളം കാലം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ഒരു വ്യക്തികൾക്ക് 2 പേർക്കും ചങ്ങല കഴുത്തിൽ കൂടി ഇട്ടിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ അത് ഊരാം, പക്ഷേ അവർ ഊരുന്നില്ല. ആ ബന്ധനത്തിൽ കിടക്കുന്നതാണ്, ഈ ഒരു കംഫോർട്ട് സോണിൽ കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണ് രണ്ടാമത്തെ കാർഡുകാർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾ പുറത്ത് വരിക. നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പറയും നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഓക്കെയാണ്, ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവർ വരുന്നില്ല എന്ന് പറയുന്നത് സെയിം ഈ കാർഡാണ് സൂചിപ്പിക്കുന്നത്. പുറമേ നിങ്ങൾ സൂര്യനായിട്ട് കാണിക്കുകയും ഉള്ളുകൊണ്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയും. അങ്ങനെ നിന്നിരുന്നാലും സെയിം സിറ്റുവേഷനാണ്, ഇതേ സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടു വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.